പറഞ്ഞത് മോദി നുണ പറയുന്നു എന്നാണ്. പരമ്പരാഗത സ്വത്ത് വിഷയത്തിൽ നരേന്ദ്രമോദി ജനങ്ങളോട് നുണ പറഞ്ഞു. എന്താണ് മോദി പറഞ്ഞ നുണ? ഇന്ദിരാഗാന്ധിയുടെ സ്വത്ത് നികുതി ഇനത്തിൽ നഷ്ടമുണ്ടാകാതെ തന്റെ മക്കൾക്ക് ലഭിക്കാനായി രാജീവ് ഗാന്ധി അന്നുണ്ടായിരുന്ന ഒരു നിയമം റദ്ദാക്കി എന്നാണ് മോദി പറഞ്ഞത്. എന്താണ് മോദി പറഞ്ഞ ആ നിയമം? 1953 നിയമപ്രകാരം പരമ്പരാഗത സ്വത്തിന്റെ മൂല്യം 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അതിന്മേൽ 85% വരെ നികുതി ചുമത്തിയിരുന്നു. എന്നാൽ വിൽപത്ര പ്രകാരം ഇന്ദിരാഗാന്ധിയുടെ പരമ്പരാഗത സ്വത്തിന്റെ മൂല്യം എത്രയായിരുന്നു? അന്നത്തെ കണക്കു പ്രകാരം, അതായത് 1981 കണക്കു പ്രകാരം 21 ലക്ഷം രൂപ. ഈ സ്വത്തുക്കൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, വരുൺ ഗാന്ധി എന്നീ ചെറുമക്കൾക്കാണ് ഇന്ദിരാഗാന്ധി നൽകിയത്. ഇനി ആരാണ് ഈ നിയമം റദ്ദാക്കിയത്? 1985 രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. അന്ന് VP സിംഗ് ധനകാര്യമന്ത്രി. ഈ നിയമം റദ്ദാക്കിയത് അന്നത്തെ ധനമന്ത്രി VP സിംഗ് ആയിരുന്നു. ഈ നിയമത്തിന് 1984 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യം നൽകിയിരുന്നു. എന്നാണ് സത്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ വിൽപത്രം നടപ്പാക്കിയത്? അവിടെയാണ് ബഹുരസം. 1981 തയ്യാറാക്കപ്പെട്ട വിൽപത്രം 1985 മെയ് 2 പ്രസിദ്ധീകരിച്ചത്. മുൻകാല പ്രാബല്യത്തിന്റെ ആനുകൂല്യം പ്രിയങ്കയ്ക്ക് കിട്ടി. അതായത് രാജീവ് ഗാന്ധി നടപ്പാക്കിയ റദ്ദാക്കലിന്റെ ആനുകൂല്യം അദ്ദേഹത്തിന്റെ മക്കൾക്ക് കിട്ടിയോ? തീർച്ചയായും കിട്ടി. അത് പ്രിയങ്കയ്ക്കും കിട്ടി, രാഹുലിനും കിട്ടി. ഇനി പ്രിയങ്ക പറയൂ, മോദി പറഞ്ഞത് നുണയാണോ? പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ല. ഇനി സി ന്യൂസ് കോഴിക്കോട്.